ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ വരാറായി, നാളെ ഉത്രാടം തുടങ്ങുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ NTPCയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരും, ഇവിടെ വീഡിയോ ഉണ്ടായിരിക്കുമോ, ക്ലാസ് ഉണ്ടായിരിക്കുമോ, കോഴ്സ് ഉണ്ടായിരിക്കുമോ തുടങ്ങിയ ഒരുപാട് എൻക്വയറീസ് നമുക്ക് കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. RRB ടെൻറ്റേറ്റീവ് കലണ്ടർ പുറത്തുവിട്ടപ്പോൾ ജൂലൈ ടു സെപ്റ്റംബർ മാസത്തിനിടയിൽ NTPCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു പറയുകയും ചെയ്തിരുന്നു. പറഞ്ഞ പോലെ തന്നെ RRB സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്ലിക്കേഷൻ ലിങ്ക് 14-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ NTPCയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി RRB ചെന്നൈയുടെ വെബ്സൈറ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 05/2024 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ലിങ്ക് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലെ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ ആണ് പുറത്ത് വന്നിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വേറെ തന്നെ കാറ്റഗറി നമ്പർ ആയിട്ടായിരിക്കും പുറത്ത് വരിക. അതിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇന്ന് രാത്രി തൊട്ട് ലൈവ് ആയിരിക്കും. അതിന് നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷിലുള്ള നോട്ടിഫിക്കേഷനും ഹിന്ദിയിലുള്ള നോട്ടിഫിക്കേഷനും ഇവിടെ അവർ തന്നിട്ടുണ്ട്. അങ്ങനെ ആ ലിങ്കിൽ കയറി നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശം 80 പേജ് ഉള്ളൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. 80 പേജാണ് ഈ നോട്ടിഫിക്കേഷനകത്തുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം 3-ാമത്തെ പേജിനകത്ത് ഡേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. 4-ാമത്തെ പേജിനകത്ത് ഒഴിവുകൾ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഗ്ലിംസ് അവരതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ വന്ന് നമ്മളൊരു 10-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡിലുള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 23-ാമത്തെ പേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ 23-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി പറയുന്നുണ്ട്. CBT 1 അതിൻ്റെ സംഭവം എങ്ങനെയായിരിക്കും, അതായത് ഏതൊക്കെ ഡിവിഷൻസ് വരുന്നത്, 40, 30, 30 ആണ്. ജനറൽ അവയർനെസ്, മാത്സ്, റീസണിങ് തുടങ്ങിയുള്ളത്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. സിലബസ് പറയുന്നുണ്ട്. 24-ാമത്തെ പേജിൽ സിലബസ് പറയുന്നുണ്ട്. 24-ാമത്തെ പേജിൽ തന്നെ CBT 2 പറ്റി പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. 27-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനും, അതായത് നിങ്ങളിപ്പോൾ NTPCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓരോ പോസ്റ്റിൻ്റെയും ഓരോ സ്റ്റേജിൻ്റെയും ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. കോമൺ ടെസ്റ്റുകളാണ്. CBT ആണ് 5 പോസ്റ്റിനും. CBT 1 കോമൺ ആണ്, CBT 2 കോമൺ ആണ്. അതിൽ ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, ചില പോസ്റ്റുകൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ RRBകളാണ് ഉള്ളത്, അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റുകൾ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ RRBയിലും കയറിയിട്ട് അവിടെ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളും വാക്കൻസീസും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതും കഴിഞ്ഞ് നിങ്ങൾ താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന അനക്സുകളെല്ലാം തന്നെ ആക്ച്വലി എന്താണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം RRB നോട്ടിഫിക്കേഷൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റുകൾ, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, PWDൻ്റെ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് എന്താണെന്നുള്ളതൊക്കെ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ വന്ന് 60-ാമത്തെ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് പാരാമീറ്റേഴ്സ്, നിങ്ങളുടെ ഓരോ പോസ്റ്റിനും വേണ്ട പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. 61-ാമത്തെ പേജ് തൊട്ട് അങ്ങ് താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ RRBയിലുമുള്ള ഓരോ പോസ്റ്റിൻ്റെയും ഒഴിവുകൾ എത്രയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോട്ടിഫിക്കേഷൻ്റെ PDF-നകത്ത് 80 പേജുണ്ട്. 80 പേജുകളായിട്ട് കൊടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ PDF-നെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു സ്ലൈഡ് ഫോർമാറ്റിലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എക്സാം മാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പോസ്റ്റുകളാണുള്ളത്, അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് വാക്കൻസീസ് ഉള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് ഫോർമാറ്റിലാക്കി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, NTPC ഗ്രാജുവേറ്റ് ലെവലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എത്ര സ്റ്റേജുകളായിട്ടായിരിക്കും എക്സാം നടത്തുന്നുണ്ടായിരിക്കും, എക്സാമിൻ്റെ സിലബസ് എന്തായിരിക്കും, അതുപോലെ NTPC ഗ്രാജുവേറ്റ് ലെവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി എന്തൊക്കെ വീഡിയോകളാണ് വരാനിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ഇതിലൂടെ നമ്മൾ പ്രധാനമായിട്ടും കുട്ടികളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസിനെയാണ് അഡ്രസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് NTPC എക്സാം?
എന്താണ് NTPC എക്സാം എന്നുള്ളത്, ഏതൊക്കെ ജോലികളിലേക്കാണ് ഈ എക്സാമിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്, ആർക്കൊക്കെയാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര സ്റ്റേജുകളിലായിട്ടാണ് എക്സാം നടത്തുന്നത്, ഇത്തവണ ഒഴിവുകൾ എത്രയുണ്ട്, ഓരോ പോസ്റ്റിന് എത്രത്തോളം ഒഴിവുകളുണ്ട്, എവിടെയാണ് കൂടുതൽ ഒഴിവുകളുള്ളത്, NTPCക്ക് പഠിക്കേണ്ട സിലബസ് ഏതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ഒറ്റ സെഷൻ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വരാനിരിക്കുന്ന പല വീഡിയോസിലൂടെയായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളെയും അഡ്രസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ക്ലാസ് അല്ലെങ്കിൽ ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണാം. അങ്ങനെ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ആദ്യം നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. NTPC നോട്ടിഫിക്കേഷനിൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ ഒരു നോട്ടിഫിക്കേഷനായിട്ടും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ മറ്റൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് NTPC പുറത്തുവിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് വിളിക്കുന്ന NTPC നമ്മൾ ചുരുക്കി വിളിക്കുന്ന ആ എക്സാം അല്ലെങ്കിൽ ആ പോസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് +2 യോഗ്യതയുള്ള കുട്ടികൾക്കും ഗ്രാജുവേറ്റ് യോഗ്യതയുള്ള കുട്ടികൾക്കും ഒറ്റ എക്സാം ആയിട്ടാണ് ഇതിന് മുന്നേ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അത് 2 നോട്ടിഫിക്കേഷനായിട്ട് 2 എക്സാമുകളായിട്ട് കണ്ടക്ട് ചെയ്യാനാണ് RRB തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിന്റെ എക്സാം ആണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഉടനെ തന്നെ വരും. ഇത് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ഒരു നോട്ടീസാണ്. ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള അതേ ഡേറ്റിന് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതേ രീതിയിലുള്ള വാക്കൻസീസ് തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ നോട്ടീസിനകത്ത് ഓൾറെഡി പറയുന്നുണ്ട് 21/9/2024 എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 0 സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 06/2024 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് എന്ന് ആ നോട്ടീസിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റിന്റെ +2 ലെവൽ യോഗ്യതയുള്ള പോസ്റ്റുകളെല്ലാം നെക്സ്റ്റ് നോട്ടിഫിക്കേഷനിലായിരിക്കും വരുന്നുണ്ടായിരിക്കും. അത് അടുത്ത ആഴ്ചയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. അതിലെ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 05/2024 ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ട ദിവസം ഇന്ന് 13/9/2024. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 14/9 നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 13/10 ഒക്ടോബർ 13-നാണ് ക്ലോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സാംസിനും കൊടുക്കുന്ന പോലെ തന്നെ 10 ദിവസത്തെ ഒരു കറക്ഷൻ വിൻഡോ കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 13 വരെ ഓപ്പൺ ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുക. നോട്ടിഫിക്കേഷൻ ഓൾറെഡി RRBയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, നിങ്ങളെടുത്ത് നോക്കുക. ഇനി എക്സാമുകൾ എന്തൊക്കെ കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം RRBയുടെ വെബ്സൈറ്റിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ബാക്കി ആര് പറയുന്നതും വിശ്വസിക്കരുത്. RRBയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് എക്സാം എന്ന് കണ്ടക്ട് ചെയ്യും, ഓരോ CBTസും എന്ന് കണ്ടക്ട് ചെയ്യുന്നുള്ളത് അവർ ആ സൈറ്റിലൂടെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ആ സൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. RRB കണ്ടക്ട് ചെയ്യുന്ന ഏതൊരു എക്സാം ആണെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും 3 കണ്ടീഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിൽ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായം, 2 നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, 3 നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത. ഇനി NTPC RRB കണ്ടക്ട് ചെയ്യുന്ന ഈ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലെ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ നിങ്ങളുടെ എലിജിബിലിറ്റി എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഏറ്റവും ആദ്യത്തെ ഏജ് ആണ്. 10ാമത്തെ പേജിനകത്താണ് കൊടുത്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് 10ാമത്തെ പേജ് 10/78 എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏജ് ലിമിറ്റിനെ പറ്റി വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്കാർ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് അതിനകത്ത് ഒരു ഡേറ്റും വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. 2/1/1989 ശേഷം ജനിച്ചവരും 1/1/2007 മുന്നേ ജനിച്ചവരുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. OBC കാരാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. വളരെ സിമ്പിളാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ രീതിയിൽ NTPCയുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 വയസ്സാണ്. കൊറോണ കാരണം കുറച്ച് വർഷങ്ങൾ നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് RRB ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമിനും ഒരു 3 ഇയർ അപ്പർ ലിമിറ്റിന് ഒരു 3 ഇയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാർജിൻ ഇട്ട് തരുന്നുണ്ട്. സോ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇത്തവണ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. NTPC അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ജനറൽക്കാർക്കുള്ളതാണ്. നിങ്ങൾ OBCയും SC/ST റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പുറത്ത് ഒരു 5 വർഷവും 3 വർഷവും കൂടെ റിസർവേഷൻ കിട്ടും. സോ 18 തൊട്ട് 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്കാരുടെ ഏജ് എന്ന് പറയുന്നത്. നിങ്ങളൊരു SC/ST സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 36ൻ്റെ കൂടെ ഒരു 5 വർഷം കൂടെ റിലാക്സേഷൻ കിട്ടും. OBC സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം കൂടെ റിലാക്സേഷൻ കിട്ടും. 86-ന് ശേഷം ജനിച്ച OBC കാരനും
84 ശേഷം ജനിച്ചിട്ടുള്ള SC/ST കാരനും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതാണ് ഏജിന്റെ കാര്യം. 2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്, പ്രധാനമായിട്ടും A2, A3, B2, C2 എന്ന് പറയുന്ന 4 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി 8ാമത്തെ പേജിനകത്ത് അവർ ഇങ്ങനെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡും എന്താണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഇതിൽ സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് A3, B2, C2, A3, B2, C2 തുടങ്ങിയ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അവർ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. A3 എന്ന് പറഞ്ഞാൽ 6/9 വിഷൻ വേണം, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. കണ്ണട സ്പെക്സ് യൂസ് ചെയ്തുകൊണ്ടോ സ്പെക്സ് യൂസ് ചെയ്യാതെയോ നിങ്ങൾക്ക് 6/9 ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. A2 പക്ഷെ അത് പറ്റില്ല. A2 എന്ന് പറയുന്നത് 6/9 വിഷൻ വേണം, വിത്തൗട്ട് ഗ്ലാസ് എന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് അവരവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇത് ഈ സ്പെക്സ് യൂസ് ചെയ്യാതെ 6/9 വിഷന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ കളർ വിഷനോ ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മയോപിക് വിഷൻ തുടങ്ങിയ ടെസ്റ്റുകളെല്ലാം തന്നെ ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ അതർ റെസ്പെക്ട്സ്. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലാണ് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് A2, A3 പോസ്റ്റുകളിൽ. B2 ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് C2 ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു പേടി ഉണ്ടായിരിക്കും, മെഡിക്കലി അൺഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റാതിരിക്കുമോ. C2 മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകൾ ഇത്തവണ NTPSC വിളിച്ചിട്ടുണ്ട്. ആ കാര്യം ഓർത്തിരിക്കുക. ആൻഡ് C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾ ഏതൊക്കെ RRBയിലുള്ളതാണ് അല്ലെങ്കിൽ എവിടേക്കാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് അന്വേഷിച്ച് വെക്കുക. നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. സോ ഇതുകൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതായത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ കൂടി കമ്പാരിറ്റീവ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് C2 എന്ന് പറയുന്നത്. C2 ഉള്ള പോസ്റ്റുകൾ ഇത്തവണ കൂടുതലാണ്. ആ പോസ്റ്റുകൾ ഏതൊക്കെ സോണിൽ ഏതൊക്കെ RRBയിലാണ് ഉള്ളതെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ. ഇതാണ് നമുക്ക് ഇത്തവണ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 5 പോസ്റ്റുകൾ. ഗ്രാജുവേറ്റ് ലെവലിലുള്ള 5 പോസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അത്രയേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓർ ഇറ്റ്സ് ഈക്വലന്റ്. ഇതിൽ 2 പോസ്റ്റുകളിൽ ടൈപ്പിംഗ് പ്രൊഫഷൻസി ആവശ്യമുള്ളതായിട്ട് പറയുന്നുണ്ട്. കാരണം അത് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളായതുകൊണ്ട് കാറ്റഗറി നമ്പർ 4 കാറ്റഗറി നമ്പർ 5 നിങ്ങൾക്ക് ടൈപ്പിംഗ് പ്രൊഫഷൻസി കൂടി വേണമെന്നും പറയുന്നുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് 2 ആണ്. സ്റ്റേഷൻ മാസ്റ്റർക്കും ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. ഈ 2 ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2 ആണ്. സോ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള 2 പോസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 2 ആൻഡ് കാറ്റഗറി നമ്പർ 3. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? വിത്തൗട്ട് ഗ്ലാസ് ആണ്, സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ തുടങ്ങിയ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണട യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രശ്നം വരും. അത് എക്സാമിനകത്ത് ആ പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് 1, 4, 5. അതിനകത്ത് B2, C2 തുടങ്ങിയ പോസ്റ്റുകൾ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. C2 ഉള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഈ ടൈപ്പിസ്റ്റ് 2 പോസ്റ്റുകളും വരുന്നത്. C2 ഉള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് കമ്പാരിറ്റീവ്ലി വളരെ കണ്ടീഷൻസ് കുറവുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് C2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് നമ്മൾ നോക്കി, മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കി, വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ മനസ്സിലാക്കി. ഇത്രയും ഉള്ള ആളുകളാണ്, അതായത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ജനറൽ കാറ്റഗറിക്കാരനാണ്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ പറയുന്ന പോസ്റ്റുകളിൽ ഏതെങ്കിലും ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയുമാണ്. അപ്പോൾ ഹൂ ക്യാൻ അപ്ലൈ എന്നുള്ള കാര്യം മനസ്സിലായി. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമ്മൾ നോക്കി. ഇനി പോസ്റ്റുകളെ പറ്റിയിട്ട് ഏതൊക്കെ പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ആ ഓരോ പോസ്റ്റിൻ്റെയും ഒഴിവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേറ്റ് പോസ്റ്റ് വിത്ത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആൻഡ് ഏജ് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലായിരിക്കണം. 3 ഇയർ റിലാക്സേഷൻ ആസ് പെർ ഡീറ്റെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, അതിൽ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. പോസ്റ്റിന്റെ പേര്, ലെവല്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, പ്രായം, എത്ര വേക്കൻസി ഉണ്ട്. ഇത് ടോട്ടൽ 21 RRB ഉണ്ട്. 21 RRBയിലെയും വേക്കൻസി കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ B2 ഒഴിവുള്ള B2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണെന്നുണ്ടെങ്കിൽ 1736 വേക്കൻസീസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഓക്കെ, സ്റ്റേഷൻ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്, 994 ഒഴിവും. ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണെന്നുണ്ടെങ്കിൽ A2 ആണ് ഒഴിവ്, 3144 ആണ് ഒഴിവ് വരുന്നത്. 4-5 ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് 1507 732 ഒഴിവാണുള്ളത്. അങ്ങനെ ഓൾ ടുഗദർ എല്ലാ പോസ്റ്റിനും കൂടെ 8113 ഒഴിവുകളാണ്. നോൺ ടെക്നിക്കൽ
പോപ്പുലർ കാറ്റഗറിയിലെ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് ഇത്തവണ NTPC അല്ലെങ്കിൽ RRB പുറത്തുവിട്ടിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഊന്നി പറയുന്നു. സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? 1, 4, 5. സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് 1, 4, 5. കാരണം A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വിത്തൗട്ട് ഗ്ലാസ് ആണ് നിങ്ങളുടെ ഈ മെഡിക്കൽ ക്ലിയർ ആവേണ്ടത്. അപ്പോൾ അതിന് ഇത്രയും പോസ്റ്റുകൾ. ബാക്കിയുള്ള എല്ലാവർക്കും സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് പോസ്റ്റുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് B2, C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഇത്രയും ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് പ്രധാനപ്പെട്ട RRBസിൽ നമ്മളിവിടെ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട RRBയിൽ ഓരോ പോസ്റ്റിനുമുള്ള ഒഴിവുകളാണെന്ന് നോക്കി വെക്കുക. തിരുവനന്തപുരത്ത് സ്റ്റേഷൻ മാസ്റ്റർക്ക് 65 ഒഴിവുണ്ട്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്ക് 51 ഒഴിവുണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജറിന് 52 ഒഴിവുണ്ട്. JAA ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന് ഒഴിവുകളില്ല. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 6 ഒഴിവുകളാണ് ഉള്ളത്. ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ 51 ഒഴിവാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്കുള്ളത്. സ്റ്റേഷൻ മാസ്റ്റർക്ക് 116 ഒഴിവുണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് 237 ഒഴിവുണ്ട്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന് 88 ഒഴിവുണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് 4 ഒഴിവുണ്ട്. ചെന്നൈ ആണെന്നുണ്ടെങ്കിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്ക് 155 ഒഴിവുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒഴിവുകളില്ല, 8 ഉള്ളൂ. ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് 9 ഉള്ളൂ. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന് 169 ഒഴിവുണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് 95 ഒഴിവുണ്ട്. അപ്പൊ ചെന്നൈ നോക്കാം. ചെന്നൈയിൽ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ തുടങ്ങിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് ഒഴിവുകൾ കുറവാണ്. കമ്പാരിറ്റീവ്ലി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് റിലാക്സ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് ഒഴിവുകൾ കൂടുതലാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. മുംബൈയിൽ എല്ലാത്തിനും ഒഴിവുകൾ ഉണ്ടായിരിക്കും, കാരണം അത് വലിയ ഒരു RRB ആണ്. 3-ൽ കൂടുതൽ 3ഓളം സോണുകൾ അതിന്റെ കീഴിൽ വരുന്നുണ്ട്. സെക്കന്ദരാബാദിന്റെയും ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഇത്രയും RRBസിലാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഇത്രയൊക്കെ ഒഴിവുകളാണുള്ളത്. ഓരോ പോസ്റ്റിന്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതും ഓരോ പോസ്റ്റുകളും ഈ പറയുന്ന ഓരോ RRBയിലും എവിടെ എത്രത്തോളം ഒഴിവുകൾ ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതാണെന്നുള്ളത് തിരിച്ചറിയുക. അതിൽ ഒഴിവ് എവിടെയാണുള്ളതെന്നുള്ളതൊക്കെ നോക്കി വെക്കുക. സോ നമ്മൾ ഇതുവരെ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്, അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് ഓപ്പൺ ആവും, എന്ന് ക്ലോസ് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കി. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? നമ്മൾ ഏജ് കണ്ടു, മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണ്ടു, ക്വാളിഫിക്കേഷൻ കണ്ടു, അല്ലേ? ഓരോന്നിൻ്റെയും കാറ്റഗറീസ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു? പോസ്റ്റുകൾ, ഏതൊക്കെ പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആ പോസ്റ്റുകൾ നമ്മൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന 5ഓളം RRBകളിലെ എത്രത്തോളം ഒഴിവുകൾ ഓരോ പോസ്റ്റിനും ഉണ്ട്, അത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? എത്ര സ്റ്റേജുകളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന 5 പോസ്റ്റിനും ഒരേപോലെയാണോ എക്സാംസ്, അതോ 5 പോസ്റ്റിനും ഡിഫറെൻറ്റ് എക്സാംസ് ആയിരിക്കും, തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാം സ്റ്റേജിനെ പറ്റി പറയുന്ന പേജ് നമ്പർ 25 ആണ്. 25ാമത്തെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, 5 പോസ്റ്റിന് ലെവൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ടയർ 1 എക്സാം ഈ പറയുന്ന 5 പോസ്റ്റിനും ഒരേപോലെയാണ്, ഒരേ ലെവലിലാണ് ടയർ 1 ഉള്ളത്. ഒരേപോലെ തന്നെയാണ് എന്തുള്ളത്? ടയർ 2 ഉള്ളത്. സോ ഫസ്റ്റ് 2 ലെവലുകളും ഈ പറയുന്ന 5 പോസ്റ്റിനും ഒരേപോലെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന 5 പോസ്റ്റിനും ആദ്യത്തെ 2 ലെവൽ എക്സാംസും ഒരേപോലെയാണ്. അതിനുശേഷം ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, ചില പോസ്റ്റിന് എന്തുണ്ട്? ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ചിലവർക്ക് 2ാമത്തെ ടയർ കഴിഞ്ഞാൽ തന്നെ എന്താണ് പിന്നെ വരുന്നത്? ഷോർട്ട് ലിസ്റ്റ് ആണ്, റാങ്ക് ലിസ്റ്റ് ആണ്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. ചില പോസ്റ്റുകൾക്ക് എന്ത് ചെയ്യണം? ടൈപ്പിംഗ് ടെസ്റ്റ് കൂടെ പാസ്സാവണം. ചില പോസ്റ്റുകൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കൂടെ പാസ്സാവണം. ആ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ രീതിയിലാണ് എക്സാമിന്റെ സ്റ്റേജസ് പോകുന്നത്. ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ കഴിഞ്ഞ വട്ടം ഗുഡ്സ് ഗാർഡ് എന്ന് വിളിച്ചിരുന്ന പോസ്റ്റാണ്. ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത് ലെവൽ 5 പോസ്റ്റാണ്. അതിന് എന്താണ്? 2 ടയർ ഉണ്ട്. അത് കഴിഞ്ഞാൽ എന്താണ്? റാങ്ക് ലിസ്റ്റ് ആണ്. ടൈപ്പിസ്റ്റ് വരുന്ന 2 പോസ്റ്റുകൾക്ക് എന്തുണ്ട്? 2 ലെവൽ 2 ടയർ എക്സാം കഴിഞ്ഞിട്ട് ഒരു ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ ഉണ്ട്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്ക് എന്തുണ്ട്? 2 ലെവൽ എക്സാംസ് കഴിഞ്ഞാൽ പിന്നെ 3ാമതൊരു സ്കിൽ ടെസ്റ്റ് ഇല്ല. സ്റ്റേഷൻ മാസ്റ്റർക്ക് കഴിഞ്ഞ വട്ടത്തെ പോലെ NTPC കഴിഞ്ഞ വട്ടം നടത്തിയ പോലെ തന്നെ 2 ലെവൽ എക്സാംസ് ഉണ്ട്. അതിനുശേഷം എന്തുണ്ട്? സൈക്കോമെട്രി ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആദ്യത്തെ 2 ലെവൽ എല്ലാ പോസ്റ്റുകൾക്കും ഒരുപോലെയാണ്. ഇതിലെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. സെക്കൻഡ് ലെവലിലെ മാർക്കുകളാണ് എടുക്കുക. സെക്കൻഡ് ലെവലിലെ മാർക്ക് എടുക്കുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് എന്താണ്? ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്താണ്? റാങ്ക് മേക്കിംഗ് ആണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി എക്സാം സ്റ്റേജ് ഫസ്റ്റ് ടയർ, ഓരോ ടയറിനും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 90 മിനിറ്റിൻ്റെ പരീക്ഷയായിരിക്കും. നിങ്ങൾക്ക് മൊത്തം 100 ചോദ്യം ഉണ്ടായിരിക്കും, 90 മിനിറ്റ് ഉണ്ടായിരിക്കും. അതിൽ 40 ചോദ്യം ജനറൽ അവയർനെസ് ഭാഗത്തു നിന്നും, 30 ചോദ്യം മാത്സ് ഭാഗത്തു നിന്നും, 30 ചോദ്യം റീസണിങ് ഭാഗത്തു നിന്നും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് CBT 1ന്റെ കാര്യമാണ്. നേരത്തെ പറഞ്ഞ
ഈ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എക്സാം, നേരത്തെ ഇവിടെ പറഞ്ഞ സെക്കൻഡ് സ്റ്റേജ് എക്സാം, അത് 90 മിനിറ്റിൻ്റെ പരീക്ഷയായിരിക്കും. പക്ഷെ എത്ര ചോദ്യം ഉണ്ടായിരിക്കും? 120 ചോദ്യം ഉണ്ടായിരിക്കും. അതിൽ 50 ചോദ്യം ജനറൽ അവയർനെസ്സും 35 വീതം മാത്സിനും റീസണിങ്ങിനും ആയിരിക്കും. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴും 1/3 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അത് CBT 1 ഉണ്ടായിരിക്കും, CBT 2 ഉണ്ടായിരിക്കും. ഇതിന് ശേഷം വരുന്നതാണ് CBAT. CBAT എല്ലാ എക്സാമിനും ഉണ്ടോ? ഇല്ല. CBAT റാങ്ക് മേക്കിംഗ് ആണ്. ഏത് എക്സാമിനാണുള്ളത്? ലെവൽ 6 പോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർക്കാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉള്ളത്. അത് റാങ്ക് മേക്കിംഗ് ആണ്. 70% വെയിറ്റേജ് സ്റ്റേഷൻ മാസ്റ്ററുടെ കേസിൽ നിങ്ങൾക്ക് 70% വെയിറ്റേജ് മാത്രമാണ് എന്തിനുള്ളത്? CBT 2 വാങ്ങിക്കുന്ന രണ്ടാമത്തെ സ്റ്റേജിൽ വാങ്ങിക്കുന്നതിന് 70% വെയിറ്റേജ് ആണുള്ളത്. ബാക്കി 30% വെയിറ്റേജ് എന്തിനാണുള്ളത്? CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനകത്താണ് ഉള്ളത്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റിനും ഇല്ല, സ്റ്റേഷൻ മാസ്റ്റർക്ക് മാത്രമേ നിലവിലുള്ളൂ. അത് 30% വെയിറ്റേജ് ഉണ്ട്, റാങ്ക് മേക്കിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർക്കാണ്, അത് റാങ്ക് മേക്കിംഗ് ആണ്. ടൈപ്പിംഗ് ടെസ്റ്റ് ക്വാളിഫയിങ് ഇൻ നേച്ചർ മാത്രമാണ്. എല്ലാ പോസ്റ്റുകൾക്കും ഉണ്ടോ? ഇല്ല. 2 പോസ്റ്റുകൾക്കാണ് പ്രധാനമായിട്ടുള്ളത്. ഈ കാണുന്ന 2 ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്കാണ് എന്തുള്ളത്? ടൈപ്പിംഗ് ടെസ്റ്റ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. ബാക്കിയുള്ള 2 പോസ്റ്റുകൾക്ക് ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്കും എന്തില്ല? ഈ പറഞ്ഞ സ്കിൽ ടെസ്റ്റ് ഇല്ല. ബാക്കി 2, 3, 5 കാറ്റഗറിയിലുള്ള പോസ്റ്റുകൾക്കാണ് സ്കിൽ ടെസ്റ്റ് ഉള്ളത്. സിലബസ് ഇനി 2 സ്റ്റേജ് എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, കോമൺ ഫോർ ഓൾ പോസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് 2 CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. ഇതിന്റെ സിലബസ് എന്താണ്? CBT 1ന്റെ സിലബസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 22 നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്സിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ട്, ജനറൽ അവയർനെസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. സോ 3 ഹെഡുകളേ ഉള്ളൂ. സയൻസ് എന്ന് പറയുന്ന സിലബസ് ജനറൽ അവയർനെസിന്റെ കീഴിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഈ ജനറൽ അവയർനെസിന്റെ സബ് ടോപ്പിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സയൻസ് എന്ന് പറയുന്നത് സയൻസും പഠിക്കേണ്ടി വരും, പക്ഷേ അത് ജനറൽ അവയർനെസിന്റെ കീഴിലാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. CBT 2 സെയിം സിലബസ് തന്നെയാണ്. പേജ് നമ്പർ 23 കൊടുത്തിട്ടുണ്ട്. സെയിം സിലബസ് തന്നെയാണ്. പക്ഷെ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം മാറും. 90 മിനിറ്റ് 100 ചോദ്യം എന്നുള്ളത് 90 മിനിറ്റ് 120 ക്വസ്റ്റ്യൻ ആയിട്ടാണ് CBT 2 വരുന്നത്. ഇത്രയാണ് സിലബസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സാമിനേഷൻ്റെ ഫീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 500 രൂപയാണ് അതിൻ്റെ ഫീസ്. റിലാക്സേഷൻ ഉള്ള ആളുകൾക്ക് എത്രയൊക്കെയാണ് അടയ്ക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഓരോ സോണിൽ എത്രത്തോളം പോസ്റ്റുകളുണ്ട്, ഏതൊക്കെ പോസ്റ്റുകളാണുള്ളത്, അതിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി NTPC-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന എത്രയും വീഡിയോസ് നമ്മുടെ സ്കോർ ടീം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനകത്ത് ഓരോ സബ്ജക്റ്റുകളെ പരിചയപ്പെടുത്തും, എങ്ങനെ എക്സാമിന് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ പറയും. ഓരോ ട്രേഡിനെ പറ്റിയിട്ട്, ഓരോ പോസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയും. സോണുകൾ എവിടെയൊക്കെയാണോ ഉള്ളത്, ഏതൊക്കെ സോണിൽ അല്ലെങ്കിൽ ഏതൊക്കെ RRBയിൽ എത്രയൊക്കെ ഒഴിവുകളുണ്ടെന്ന് പറയും. എന്താണ് RRB NTPC ഗ്രാജുവേറ്റിന് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്താണ് തുടങ്ങിയ വീഡിയോസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.